ഈ 20th ഓഗസ്റ്റിന് ഞങ്ങളുടെ 11th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഒന്നുമില്ല, കുറച്ച് ലൈറ്റ്സൊക്കെ എടുത്തു വെച്ചു, എൻ്റെ കുറച്ച് ചെടികളൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ പിന്നെ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാണ് കേട്ടോ. ചേട്ടാ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. എനിക്കതിനിടയ്ക്കൂടെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്ന് നിന്നു. കേക്ക് കെട്ടിയാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഇപ്പം. റീസെൻ്റ്ലി ആണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഫാമിലി മാത്രമായിട്ട് ഞങ്ങളുടെ സെലിബ്രേഷൻസൊക്കെ ഇങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വിളിക്കുന്നു, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചു, വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പിരിയുക ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ സിയയുടെ ബർത്ത്ഡേയും പിന്നെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അതൊരു സ്പെഷ്യലായി കേട്ടോ. അതായത് നമ്മൾ ഡെയിലി നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഞങ്ങൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റാണ്, പിള്ളേരെ നോക്കുന്നതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഉള്ളപ്പം ചേട്ടായി ഓഫ്, ചേട്ടായിക്ക് ഡ്യൂട്ടി ഉള്ളപ്പം ഞാൻ ഓഫ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കാണുന്നത് പരസ്പരം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലുണ്ടാവുന്നത് ഇത് കണക്കുള്ള സ്പെഷ്യൽ ഡേയ്സിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ കട്ട് ചെയ്യും. അടുത്ത ദിവസം ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവും, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് പിള്ളേരെയും കൊണ്ട് പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ദിവസം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് രാത്രി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടായിക്കൊരു ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നും എനിക്കിഷ്ടമില്ല, ഞാനത് ചെയ്യാറില്ല. 2013 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ ചേട്ടായിക്കൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തു. ഒരു കാർഡും വേറൊരു ഗിഫ്റ്റും ഒരു ഡെക്കോർ പീസും ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ചേട്ടാ ഇത് എന്തിനാന്നുള്ള ഭാവത്തിൽ എന്നെ നോക്കുക. അന്നേ എനിക്ക് മനസ്സിലാവും ഈ മനുഷ്യന് ഇങ്ങനത്തുള്ള വൈബൊന്നും ഇല്ല. അങ്ങനെ അന്നേ ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ, ഈ ഗിഫ്റ്റ് കൊടുക്കലും മേടിക്കലും പരിപാടി. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചേട്ടായി ഗിഫ്റ്റൊന്നും തന്നിട്ടൊന്നുമില്ല. സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ച് തരും, പക്ഷേ ഇങ്ങനെ വിശേഷങ്ങൾക്ക് ഇങ്ങനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് അങ്ങനെയൊന്നും ചേട്ടായിക്ക് അറിയില്ല. ചേട്ടായി 18 വയസ്സിലെ ഇന്ത്യൻ നേവിയിൽ പോയതല്ലേ, പ്രേമിച്ച് നടക്കാനും അങ്ങനെയൊന്നും ചേട്ടായിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചേട്ടായി അത്ര റൊമാൻറ്റിക് അല്ല. പക്ഷേ എനിക്കെല്ലാം വാങ്ങിത്തരാറുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം മേടിച്ച് തരും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ചേട്ടായിക്ക് അറിയത്തില്ല. ചേട്ടായി അങ്ങനെ റൊമാൻറ്റിക് ടൈപ്പ് അല്ല. എനിവേ, ഞാൻ എൻ്റെ ഗിഫ്റ്റെന്ന് വെച്ചാൽ ഞാൻ ഒരു പടം വരച്ചു കേട്ടോ. ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. അത് ശരിയായിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ചേട്ടായിക്ക് കണ്ടപ്പോൾ എനിക്ക് കാണിച്ചപ്പോൾ ചേട്ടായിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടായി പറഞ്ഞു എന്നെ അധികം ഞാൻ നന്നായിട്ട് വരച്ചില്ലെങ്കിലും ചേട്ടായിനെ ഞാൻ നന്നായിട്ട് വരച്ചിട്ടുണ്ടെന്നാണ് ചേട്ടായി അഭിപ്രായപ്പെട്ടത്. എനിവേ അതെനിക്ക് സന്തോഷമായി. കാരണം ചേട്ടായുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അഭിപ്രായമൊക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാം. അങ്ങനെ ചുമ്മാ അങ്ങനെ സമ്മതിച്ചിരുന്ന ഒരാളല്ല, എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ചേട്ടായിക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. എനിക്കത് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ചേട്ടായി എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേട്ടായിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പം, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പുറത്തൊക്കെ പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ പുറത്ത് പോയി മേടിച്ചതാണ് കേട്ടോ, ഒരു പെർഫ്യൂം വാങ്ങിച്ചു. അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഐറിഷുകാർ കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ളവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് പെർഫ്യൂമേ ആയിരുന്നു ഇത് പണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി യങ്ങായിട്ടുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. ഫ്രഷ് സ്മെല്ലായിട്ട് നമ്മൾ രാവിലെ മോർണിംഗിൽ ഇട്ടാലും അത് ഈവനിങ് വരെ ഫ്രഷ് സ്മെല്ലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു നല്ലൊരു പെർഫ്യൂമാണെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടായി ഉപയോഗിച്ചിട്ട് അതേ അഭിപ്രായം പറഞ്ഞു. കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ, പക്ഷേ സ്ഥിരം കേൾക്കാറുള്ള ബ്രാൻഡഡ് സാധനങ്ങളൊന്നുമല്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ സ്മെൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അങ്ങനെ ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തു. സ്പൈസ് ബോംബ് എന്നാണ് കേട്ടോ ആ പെർഫ്യൂമിൻ്റെ പേര്. അതാണിപ്പോൾ ചേട്ടായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പാക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് എന്തായാലും ഉപയോഗിക്കാനുള്ളല്ലോ, എന്തിനാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ചേട്ടായി ചോദിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ ചേട്ടായിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇഷ്ടമില്ല. ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ്, ഇതൊക്കെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, അഴിക്കലും ഇതൊക്കെ. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, ഒരു ഗിഫ്റ്റൊക്കെ സർപ്രൈസായിട്ട് കിട്ടുവാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ചേട്ടായിടത്തു നിന്ന് എനിക്കിതൊരു അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ സ്പൈസ് ബോംബ്. ഞാനൊരു ദിവസം വീട്ടിൽ നിന്നപ്പോൾ യൂസ് ചെയ്തു. പുറത്ത് പോകുമ്പോൾ ഇടത്തില്ല, കാരണം ഇത് മെയിൽസിൻ്റെ ആണ് കേട്ടോ. മെന്നിൻ്റെ പെർഫ്യൂം ഇവിടെ വുമൺ ഇടാറില്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ ഭയങ്കരമായിട്ട് അതൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. അതായത് നമ്മൾ ബേബീസിനാണെങ്കിൽ പോലും പിങ്ക് കളർ ബോയ്സോ ബ്ലൂ കളർ ഗേൾസിനോ ഒന്നും അവർ മാറി ഉപയോഗിക്കത്തില്ല. അങ്ങനെയൊക്കെ ഇച്ചിരി കോൺഷ്യസ് ആണ് ഇവിടെയുള്ള ആൾക്കാർ. അതുകൊണ്ട് പെർഫ്യൂം ആണെങ്കിൽ തന്നെ മെന്നിൻ്റെ പെർഫ്യൂം അടിച്ച് ഇവിടെ ഗേൾസ് വെളിയിൽ പോകില്ല കേട്ടോ. അങ്ങനെ അന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞങ്ങളുടെ ആഘോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്പൈസ് ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ പോയി. അത് ഇപ്പം ഞങ്ങളെ സ്ഥിരം പരിപാടി അതാണ്. അങ്ങനെ സിയയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ റീസെൻ്റ്ലി സ്പൈസ് ഇന്ത്യ പോയപ്പോൾ ഞാൻ സീ ഫുഡ് താലി കഴിച്ചായിരുന്നു. അപ്പോൾ ഈ താലി നെട്ടോട്ട് വിട്ടാണ് കേട്ടോ, അതിൻ്റെ നോട്ടം വിട്ടിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അത്
വീക്കെൻഡിലെ മാത്രം സ്പെഷ്യലാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയത് ട്യൂസ്ഡേ ആയിരുന്നു, അത് കാരണം ഞങ്ങൾക്കത് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ മലബാർ ചിക്കൻ ബിരിയാണിയും പിന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ 65ഉം ബീഫ് റോസ്റ്റും പിന്നെ ഡെസേർട്ടായിട്ട് എന്തോ ഡ്രിങ്ക്സും പിന്നെ ചില്ലി പ്രോൺസൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. പക്ഷേ എല്ലാം കൂടെ കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാട്ടോ, അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് സെലിബ്രേഷൻ അതായിരുന്നു. അപ്പം എല്ലാവരും ഇത് കണക്കൊരു അവസരം കിട്ടുമെങ്കിൽ ഒത്തിരി പൈസ ഒന്നും ചിലവാക്കാണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് വീട്ടിൽ കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ തമ്മിലൊരു ബോണ്ടൊക്കെ വീണ്ടും കൂടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ കുറേ വഴക്കുമിട്ട് പരിഭവത്തിലൊക്കെ ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്നേഹമൊക്കെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുന്നതും സ്നേഹം കൂടുന്നതും. പണ്ടതിനേക്കാൾ എന്തുകൊണ്ടും ഈ ഫാമിലി ലൈഫിൽ സ്നേഹം ഇങ്ങനെ കൂടി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്നൊക്കെ നമുക്ക് എന്ത് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് നാളെ അത് മാറും എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.